Hello guys, welcome back to my YouTube channel. It's me Sneha. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ 3 ഡേ വ്ളോഗ്സ് ഇടുന്നതാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ തന്നെ. അപ്പോൾ ഞാൻ ഇന്ന് ചേച്ചീൻ്റെ വീട്ടിൽ പോവാണ്, ഓഫീസിൽ നിന്ന് നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനാബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പോകുമ്പോൾ അങ്ങനെ വെറും കൈയോടെ പോകാൻ പറ്റില്ലല്ലോ, കാരണം അവിടെ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അവർക്ക് ഡയറി മിൽക്ക് വാങ്ങിയിട്ട് പോകാം. അങ്ങനെ 3 ഡയറി മിൽക്ക് കൊടുത്തു. പിന്നെ ദിയയ്ക്ക് കുറച്ച് ഫാൻസി സാധനം കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ അതെല്ലാം വാങ്ങിയിട്ട് ഞാൻ നേരെ സ്റ്റാൻഡിലേക്ക് പോയി. അവിടെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ ചേച്ചിയും ഏട്ടനും ഒക്കെ പൂക്കോട്ടിൽ പോയതായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അവിടെ എത്തിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് ഞാൻ സ്റ്റോപ്പിൽ തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് ബസ്സിലൊക്കെ കയറി ഈ ഒരു മിഠായും കൂടെ ഞാൻ കഴിച്ചിട്ട് ഓഫീസിൽ നിന്ന് എനിക്ക് സീർ വാങ്ങി തന്നതായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് ഞാൻ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് പോവാണ്. പിന്നെ ഞാൻ അരീക്കോട് എത്തിയത് ഞാൻ ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത്. കാരണം ചേച്ചി ഏട്ടനും ആ സമയത്ത് അരീക്കോട് എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെന്നോട് പറഞ്ഞു ഓട്ടോ വിളിച്ചിട്ട് പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ ഓട്ടോ വിളിച്ചിട്ട് പോന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഗായ്സ്. അപ്പോൾ നമ്മൾ ചേച്ചീൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണല്ലേ. അപ്പോൾ ഓള് വന്നിട്ടില്ല കേട്ടോ. ഓളിഞ്ഞ് എപ്പോഴാണ് വരിക? അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ചായ ഉണ്ടാക്കണ്ടേ? നോക്കണം ഗൈസ്, ഇവിടെ വന്നിട്ട് ഞാൻ പണിയെടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചായ ഉണ്ടാക്കാം. എന്താ ഉള്ളത് നോക്കാം. ഇവിടെ എന്താ ഉള്ളത് തിന്നാൻ? ലേറ്റൊക്കെ വയ്ക്കാറ്. ഇവിടെ എന്തൊക്കെ തിന്നാനുള്ളത് എന്ന് പറയാം. ഇതെന്താ ഇതെവിടുന്ന? സെറ്റപ്പൊക്കെ മാറിയല്ലോ, വേറെ കുറേ സെറ്റപ്പൊക്കെ ആയല്ലോ. അപ്പോൾ നമുക്ക് ഓള് വന്നിട്ട് കാണാം. ഓക്കെ, എവിടെ നമ്മുടെ ദിയ? ഓക്കെ ഓട്. ടി വിയിലുണ്ടോ? വേറെ ഏതാള്ളേ? ആടുജീവിതം കണ്ടല്ലേ? നട് ഞാനും കണ്ടണ്. ഇങ്ങോട്ട് വന്നിരിക്കേ. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഫ്രഷൊക്കെ ആയി നമ്മൾ ആടുജീവിതം കാണുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കണ്ടതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ കാണേണ്ടിരിച്ച് കണ്ടു. മിച്ചറും ഒക്കെ കഴിച്ചിട്ട് നമ്മളങ്ങനെ ആടുജീവിതം കണ്ടു. അപ്പോഴേക്കും അവരെത്തിട്ടോ. വന്നപ്പോൾ അവർ നമുക്ക് പപ്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പപ്സൊക്കെ കൂട്ടി കഴിച്ചിട്ടോ. മിഠായാണോ? എന്താ വിചാരിച്ചേ? എന്തായിരിക്കും? ഞാൻ വാച്ച് കൊണ്ടതില്ല, ഞാൻ മറന്നു. ഞാനൊന്ന് വാങ്ങിയില്ലേ? അയ്യോ പൈസ വേണോ? എന്തിനു കൊടുക്കട്ടെ? വേണോ? എന്ത് വേണ്ടത്? ഞാൻ എന്തത് വാങ്ങുന്നത്? ചെറിയ ഇത് വേണ്ട, ഇതെടുക്കും. ഏതെങ്കിലും ഒന്ന് കിട്ടിയോ? ഇതിൽ വേറെ ഒന്നുകൂടെ ഉണ്ടാവുമല്ലോ. എന്നാ
മഴയൊന്നുമില്ല. അത് അയ്യോ തപ്പുക്ക് ബുളുബുളി ഇത് ഫ്രിഡ്ജിലുണ്ട്. ശരി അത് കഴിഞ്ഞിട്ടുണ്ട്. ഇതല്ലൂന് അത് സെറ്റ് കേട്ടോ. ഇത് വെച്ചാ സ്വാതന്ത്ര്യദിനത്തിന് ചേച്ചി അബിയെ ഒന്ന് ഗ്യാസ് ഓഫ് ആക്ക്. അത് താഴെട്ടു. ഞാൻ പൊട്ടിച്ചരാം. ഇത് പൊട്ടിച്ച തിന്നോ? തിന്നോ? ചേച്ചി ഇത് മുട്ടായി ഇങ്ങനെ കൊടുത്താൽ വിഴുങ്ങോ? അല്ല വിഴുങ്ങരുതേ. വേറൊന്നുമില്ല. ഈ കണ്ണട വെക്കി. ഇങ്ങോട്ട് വാ. അത് വിടുന്നോ? അയ്യോ അപ്പൊ ഈ പോന്നോ? കൊടുക്കാം. ഈ കാണല്ലേ? 2 കാണല്ലേ? ഞാൻ വെച്ചതാ. ഇങ്ങനെ വെച്ചരാ. വലുതായോ? അതാന്നെടുത്ത ഓണല്ലേ വീഡിയോ സെറ്റ്. ഇത് വെക്കി കിട്ടോ? ഇങ്ങോട്ട് വാ. ഇത് എവിടെയാലോ? ഇത് ഇവിടെ അങ്ങനെ കുത്തണോ? കുത്തണം. ഇത് വേണോ? ഇത് ഇവിടെ അങ്ങനെ ഇവിടെ വെക്ക. ഡ്രസ്സില്ലല്ലോ ഇതിന് വെക്കാൻ കൊടുക്കാൻ പറ്റിയല്ലേ? ഈ വീഡിയോന്റെ കമന്റ് ബോക്സ് ഓഫ് ആയിരിക്കും. ഈ ന്യൂട്രലുണ്ട് തന്നെ സെറ്റ്. അതിനെന്തേന്ന് കൊടുത്താ അറിയില്ല. എന്താ ഗൈസ് ഹക്കീമ് മരിച്ചു. അയ്യോ അമ്പിടുവോ? എവിടെ മിഠായിയുടെ? അയ്യ സോഫയിൽ ഇട്ടിടി. ഇത് വേണ്ടേ? തുറക്കാൻ കിട്ടില്ല. എല്ലാം എടുക്കും നമ്മളല്ലേ? ചിക്കൻ ഇവിടെ റെഡിയാക്കി. കുട്ടിക്ക് അത് കൊടുക്ക്. അങ്ങനെ രാവിലെ ആയിട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ എത്തിയത് വൈകിട്ടായിരുന്നു. അവിടെ എത്തിയിട്ടുള്ളൊരു വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഞാൻ ശരിക്കും ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സ്നേഹ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചേച്ചീൻ്റെ വീട്ടിലൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ സമയം 7:30 ഞാനിപ്പോൾ എണീറ്റു. അമ്പൂടെ തന്നെ എണീപ്പിച്ചതാട്ടോ. മേലുള്ള പുതപ്പൊക്കെ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് അല്ലേ അമ്പൂടൊക്കെ എണീറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്പുടാ കൊയ് എങ്ങനത്തെ പോണി? എന്നെ ഒന്നും വേണ്ട ഗൈസ്. എൻ്റെ ഫേസിലൊരു ഡുണ്ടുമണി ഉണ്ടായതൊക്കെ പോവാ. നമുക്ക് വാ, അങ്ങോട്ട് താഴേക്ക് പോവാ. ദിയേ അങ്ങോട്ട് വാ. ദിയേ അയ്യോ ഞാനും ദിയും പോവാട്ടോ. ടാറ്റ. ഞങ്ങൾ പോവാ. ഈ പോരണോ? വാ. എന്നൊരു മൈൻഡും ഇല്ല. പക്ഷെ എൻ്റെ അടുത്തേക്ക് വരും കേട്ടോ. എടുക്കാനൊക്കെ സമ്മതിക്കും. അമ്പിടോ ഇങ്ങോട്ട് നോക്കടാ. ഗൈസ് ഇതാണ് അവസ്ഥ. എന്നെ സസ്യാക്കുന്നു. പൊന്നല്ലേ, പൂമുത്തല്ലേ, പൊന്നത്തല്ലേ. ചിരിക്കടാ. ചിരി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ സെറ്റ്. ഗുഡ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പത്തിരിയും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ചേച്ചി രാവിലെ തന്നെ അത് ഉണ്ടാക്കുന്ന ഒരു തിരക്കിലായിരുന്നു കേട്ടോ.
ഗൈസ് അങ്ങനെ ഞാനും ദീയും വീണ്ടും കിടന്നു കുറച്ച് നേരം കൂടെ ഒന്ന് ഉറങ്ങാരിച്ചിട്ട് അപ്പോൾ കേട്ടോ. അങ്ങനെ ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും ചിക്കനിലേക്കുള്ള തേങ്ങ അരപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ എന്നെ പറയുന്നുണ്ട്. ചേച്ചി എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തേങ്ങ വറുത്തിട്ടുള്ള കറിയാണ്. അപ്പോൾ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ സൈഡിലൂടെ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിതിങ്ങനെ കുണുകുണ എന്ന് പറഞ്ഞിട്ട് ഇളക്കിയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നമ്മൾ ഇളക്കുന്നതിൻ്റെ ഇടയിൽ അമ്പിടുവാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ ഭയങ്കരമായിട്ടുള്ള കളിയിലാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം കൊടുത്താലേ ആൾ കുറച്ച് നേരമെങ്കിലും ഒന്ന് ചേച്ചീനെ പണിയെടുക്കാനൊക്കെ ഒന്ന് സമ്മതിക്കുള്ളൂ കേട്ടോ. അങ്ങനെ വറുത്തരച്ച് വെച്ച തേങ്ങ ഞാൻ എന്ത് ചെയ്യണം, അരയ്ക്കാൻ പോവാണ് കേട്ടോ. അതങ്ങോട്ട് അരച്ച് സെറ്റാക്കി വെച്ചാൽ എന്നാൽ പിന്നെ കറിയും വേഗം റെഡി ആയിക്കോളും. പിന്നെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ചായക്ക് വെള്ളം വെക്കുകയാണ്. എനിക്ക് ചായ വലിയ ഇഷ്ടമല്ല. അവിടെ ആർക്കും തന്നെ ചായ പ്രേമികളല്ല ആരും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളമേ വെച്ചിട്ടുള്ളായിരുന്നു ഗൈസ്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം, ഈ വീടിൻ്റെ ഹോം ടൂർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അതെൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. എനിക്ക് ഇന്നലെ ഭയങ്കര സങ്കടമായിപ്പോയി. ഇന്നലെ അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയതാണ്. ഇനിയിപ്പോൾ അത് കിട്ടാൻ ഒരു വഴിയില്ല. എന്തായാലും നമുക്ക് ഇനി അവിടെ പോകുമ്പോൾ എന്തായാലും ഹോം ടൂർ ഇടാം. എൻ്റെ വീടിൻ്റെ ഹോം ടൂർ ഞാൻ വൈകാതെ ഇടുന്നതാണ് കേട്ടോ. അങ്ങനെ അരച്ച് വെച്ച തേങ്ങയൊക്കെ നമ്മൾ ഒഴിച്ചിട്ട് ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അടുത്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ടേബിളുമ്മ കൊണ്ടുവയ്ക്കണം. അങ്ങനെ ഞാൻ പ്ലേറ്റൊക്കെ എടുത്തിട്ട് ടേബിളുമ്മിലേക്ക് നടന്ന് പോവുകയാണ് ഗൈസ്. അങ്ങനെ രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ എല്ലാവരും കൂടെ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചൊക്കെ നിൽക്കട്ടെ. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ വാവയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി തലേതേ മസാജ് ചെയ്യിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാനും ചെയ്യിപ്പിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓഫീസിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഡിജിറ്റൽ സർവേ ആയതിൻ്റെ ഒരു ഭാഗമായിട്ട് കുറച്ച് വീട്ടിൽ വിളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡിജിറ്റലി സാക്ഷരത വരുത്താനുണ്ട്. നമ്മുടെ കേരളം 100% ഡിജിറ്റലി സാക്ഷരത വരുത്താണ്. അതിൻ്റെ ഭാഗമായിട്ടൊരു സർവേ ആണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കോള് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളിലൊക്കെ ആയിരിക്കും ഇതുപോലത്തെ സർവേയും കാര്യങ്ങളും നടത്തുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വെറുതെ ചേച്ചിയുടെ വാഡ്രോബൊന്ന് തുറന്നു നോക്കിയതാണ്. അപ്പോഴാണ് ഈ ഒരു ധാവണി കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഉടുത്തിട്ട് നമുക്ക് റീലും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന്. കാരണം എന്തായാലും അവിടെ എത്തിയതല്ല. അപ്പോൾ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ടെറസില്ല. അവിടെയാണെന്നുണ്ടെങ്കിൽ ടെറസ് ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വീഡിയോ എടുത്താൽ കുറച്ചൊരു സെറ്റായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേഗം റെഡി ആവാണ് കേട്ടോ. അപ്പോൾ ഉള്ളത് കൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് റെഡിയായി. ചേച്ചീൻ്റെ വളയും മാലയും അതുപോലെ മാല ഇട്ടിട്ടില്ല, കമ്മലും കാര്യങ്ങളൊക്കെ ഇട്ടു. ഈ ഒരു വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക, കമൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം. അങ്ങനെ പിന്നെ കമ്മലാണ് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയത്. ചേച്ചി എന്തോ നീലയിലാരോ കൈവശം കൊടുത്ത പോലെ ആയിരുന്നു. ഫുള്ള് നീല കമ്മലായിരുന്നു ഗൈസ്. അവൾക്ക് ഇഷ്ടപ്പെട്ട കളർ നീലയാണ്. ബട്ട് ഇത്രയും നീല കമ്മലുണ്ടാവുമോ എന്ന് ഞാനൊന്ന് അതിശയിച്ചു പോയി. അങ്ങനെ അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 2-3 കമ്മൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ ഞാൻ ഒരു കമ്മൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കമ്മലാണ് ഞാൻ സെലക്ട് ചെയ്തത്. അങ്ങനെ അതേ ലാസ്റ്റ് ഈ ഒരു ലുക്കാണ്. ഫൈനൽ ലുക്കല്ല കേട്ടോ. നമുക്ക് മുടി കെട്ടാനുണ്ട്, കമ്മലൊക്കെ ഇടാണ്ട്. ഞാനിന്ന് മേക്കപ്പ് കാര്യങ്ങളും ചെയ്തപ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ് കേട്ടോ. ഇനി നമുക്ക് കമ്മൽ ടെസ്റ്റ് ചെയ്യണം. 3-4 കമ്മൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നീലയല്ലാത്ത കമ്മൽ കേട്ടോ. അപ്പോൾ ഈ ഒരു കമ്മൽ ഞാൻ ഇട്ട് നോക്കി. അതിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിതേ ഈ കാണിക്കുന്ന ഒരു കമ്മലിട്ട് നോക്കി. ഇതാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടത്. ഇതിട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റിന് മാച്ച് ആവുന്ന പോലെ തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ആ കമ്മൽ ഉറപ്പിച്ചു. എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടെ, രസമുണ്ടോ ഇല്ലയോ എന്ന്. ഇനിയാണ് നമുക്ക് മെയിൻ പരിപാടി, മുടി കെട്ടൽ. സാധാരണ ഞാൻ മുടി ഫുൾ അഴിച്ചിടലാണ്, ഓപ്പൺ ഹെയർ ആക്കിയിട്ടാണ് വെക്കൽ. ഇത് വന്നിട്ട് നമുക്ക് ഈ ഒരു കോസ്റ്റ്യൂമിൽ ഓപ്പൺ ഹെയർ ആക്കി ഇടുന്ന അത്ര രസം ഉണ്ടാവില്ല എന്ന് തോന്നിയുണ്ട്. ഞാൻ ചെറിയ രീതിയിലൊക്കെ കെട്ടായിരിച്ചു. പക്ഷേ നമ്മുടെ മുന്നിൽ മുറിച്ച മുടി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര 8-ൻ്റെ അല്ല 16-ൻ്റെ 32-ൻ്റെ പണി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു രീതിയിലും കെട്ടാൻ പറ്റില്ല. അഴിച്ചിടുകയാണെങ്കിൽ തന്നെ അതിങ്ങോട്ട് മുന്നോട്ടും വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇനി ഇങ്ങനെ മുടി വെട്ടാൻ ആഗ്രഹിക്കുന്നവർ ദയവ് ചെയ്ത് വെട്ടരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇമ്മാതിരി 32-ൻ്റെ പണി കിട്ടും. അങ്ങനെ ഞാൻ ഒരു കണക്കൊക്കെ എങ്ങനെയെങ്കിലും മുടിയൊക്കെ കെട്ടി സെറ്റാക്കി ലാസ്റ്റ് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വന്നിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റയിൽ ഞാൻ പറഞ്ഞ പോലെ വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതും ഇതിലപ്പുറം ചാടിക്കടന്നവനാണ് ഈ കേക്ക് ജോസ്.
ഓക്കെ, ഇനി ഫോട്ടോ എടുക്കാം. കമോൺ. അയ്യോ, മഴ വരുന്നുണ്ടല്ലേ. അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. കാരണം ഒരു ദിവസം മഴ പെയ്യാതിരുന്നാൽ തന്നെ ഇപ്പം നല്ല ചൂടുണ്ട്. അങ്ങനെ അതൊക്കെ എടുത്തു കഴിഞ്ഞ് ഞാൻ നേരെ താഴേക്ക് ഇറങ്ങി. കാരണം നമുക്ക് ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ. ലിപ്സ്റ്റിക് ഇടണ്ടേ പോയില്ലേ. ഇപ്പം നമ്മൾ ചോറ് തിന്നാൻ പോവുകയാണ്. ഇതെന്താ പത്തിരിയോ? അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മളിനി കുറച്ച് ടൈം കഴിഞ്ഞ് ഒന്ന് ഉറങ്ങട്ടെ. എല്ലാം വിടുമോ? അപ്പോഴേക്കും നമ്മൾ എടുത്തിട്ടുള്ള റീൽസും കാര്യങ്ങളും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരും. ഞാൻ എണീറ്റു, നല്ല ഉറക്കം. സമയം എത്രയായി? ഇന്നത്തെ ഉണ്ടായാലും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല ഗൈസ്, നോർമൽ ഡേ. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊക്കെ വിളിക്കും ആയിരിക്കണമെന്നില്ല, മധുരം കുറവ് മതി. ഷുഗർ ഡയറ്റാണ് ഗൈസ്. പക്ഷേ ഡയറി മിൽക്ക് വാരി വാരി തിന്നുന്നുള്ളൂ. ഡയറി മിൽക്ക് കട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല. ഈ രണ്ടെണ്ണാച്ചിൽ ബിരിയാണി ആയിരുന്നു. ലവ്യേ, ഞാനാണ് ഈ ചായ മിച്ചറും. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഒരു 7 മണിയായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മേലെ വീട്ടിൽ. അപ്പോൾ അവിടുന്ന് ചക്കപ്പുഴുക്ക് നമുക്ക് തന്നു. പിന്നെന്താ, ചിക്കനും കൂട്ടിയിട്ട് കഴിക്കുകയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബിലോ ഗൈസ്. അങ്ങനെ പിന്നെ അതൊക്കെ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ രാത്രിക്കുള്ള പരിപാടിയായി കേട്ടോ. രാത്രി നമ്മൾ കപ്സയാണ് സാധാരണ എപ്പോഴും ചിക്കൻ എന്ന് പറയുന്നത്. മന്തി, ബിരിയാണി, നെയ്ച്ചോറ് ഇങ്ങനത്തെ ഐറ്റംസാണ്. അപ്പോൾ നമ്മളൊന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ, കപ്സയാക്കി. അങ്ങനെ അത് ചേച്ചി അവിടെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ വേഗം ഫ്രഷ് ആയിട്ട് വരാമെന്ന്. അങ്ങനെ വേഗം ഫ്രഷ് ആവാൻ പോയിട്ടോ. ഞാൻ ഫ്രഷായി വന്നപ്പോഴേക്കും ചിക്കൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ ചേച്ചി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അരിയാണെന്നുണ്ടെങ്കിൽ കഴുകിയിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് കപ്സ. ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വാവ്, നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ അതിന്. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചിക്കനാണെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ഭയങ്കര രസമായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ ആദ്യം കീശേരിയൊക്കെ ആദ്യം കപ്സ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ എത്രയോ കാലമായി നമ്മൾ കപ്സ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ച് നമ്മുടെ വീഡിയോ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ ഡേയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് വലിയ കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ത്വര കാട്ടാത്തത്. പിന്നെ ഒരു 3 ഡേ വ്ളോഗ് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ 3 ടാറ്റാ.